ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങള് ഡോക്ടർ അജയ് സാർ അടുത്ത് പോവാണ്. ഹലോ ഗൈസ്, ഇത് അജയ് സാറ് ഫിസിയോതെറാപ്പിസ്റ്റാണ്. പാണ്ടിക്കാട് അജയ് ഫിസിയോതെറാപ്പിസ്റ്റാണ് ഇപ്പൊ ഞങ്ങള്. സാറ് ബാക്കി എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ സാറ് പറയും. ഇത് ഹബീബ് റഹ്മാൻ എന്നാണ് ശരിക്കും പേര്, പക്ഷെ നമ്മളുടെ ഹബിയാണ്. ആദ്യകാലത്ത് ചുങ്കത്ര സ്നേഹതീരം പാലിയേറ്റീവില് ജോലി ചെയ്യുമ്പോഴാണ് ഇയാളെ പരിചയപ്പെടുന്നത്. ജ്യോതി കോൺവെന്റിൽ വെച്ചിട്ടുള്ള പരിചയം പിന്നീട് സ്നേഹതീരത്തിലേക്ക് വഴിമാറിയപ്പോൾ അവിടെ അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹബീബ്. ഹബീബ് വന്ന സമയത്ത് അവന് സംസാരിക്കാനോ നേരെ ഇരിക്കാനോ വീൽ ചെയറിൽ ഒരു 10 മിനിറ്റ് നിവർന്നിരിക്കാനോ പറ്റാത്തൊരു കുട്ടിയായിരുന്നു. അങ്ങനെ പതുക്കെ ട്രീറ്റ്മെന്റ് കൊടുത്ത് അവനെ മറ്റുള്ളവരുടെ കൂടെ ഇരുത്തി സംസാരിച്ച് അവന് വേണ്ട പരിചരണങ്ങൾ നൽകി അവനെ മറ്റുള്ളവരുമായി അടുപ്പിച്ച് പതുക്കെ അവനിലെ മാറ്റങ്ങൾ നമുക്ക് കാണാനായി. ആദ്യം അവൻ സംസാരം ചെറിയ വാക്കുകൾ മാത്രമായിരുന്നെങ്കിൽ പിന്നീട് അവൻ ഫോൺ ഉപയോഗിച്ച് കോൾ സെന്ററിലേക്ക് വിളിക്കുകയും അവിടുന്ന് തിരിച്ചു വരുന്ന കാര്യങ്ങൾക്ക് അവൻ ഉത്തരം പറയുകയൊക്കെ ചെയ്ത് പോന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പിന്നീട് നിരന്തരം അവിടെ വരുന്ന അന്തേവാസികളോട് സംസാരിച്ച് വളരെ സ്ഫുടമായി സംസാരിക്കാനായി എന്നുള്ളതാണ് നമുക്ക് അത്ഭുതമായി തോന്നുന്നത്. അത് ദൈവത്തിന് വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. വലത്തെ കൈ കൊണ്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുകയോ ഒരാൾക്ക് ഹസ്തദാനം നൽകുകയോ ചെയ്യാൻ പറ്റുമോ എന്ന് സംശയിച്ചിരുന്ന ഹബീബ് ഇന്ന് ആ കൈ കൊണ്ട് എല്ലാം ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു മാറ്റമായിട്ടാണ് നമ്മൾ കാണുന്നത്. 7ാം ക്ലാസ്സില് പഠനം 10ാം ക്ലാസ്സില് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നറിയാതെ നിന്നിരുന്ന ഹബീബ് പിന്നീട് 12ാം ക്ലാസ് നല്ലൊരു മാർക്ക് കിട്ടി പാസ്സായി. കൂടെ ഉണ്ടായിരുന്നവരെ കൂടെ പാസ്സാവാൻ വേണ്ടി പ്രേരിപ്പിച്ച് തോറ്റവരെ ജയിക്കാൻ വേണ്ടി സഹായിക്കുകയൂടെ ചെയ്തു എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ. ഇന്ന് ഭിന്നശേഷി സമൂഹത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ ഹബീബിലൂടെയാണ് പുറം ലോകം അറിഞ്ഞിട്ടുള്ളത്, വന്നിട്ടുള്ളത് എന്ന് പറയാൻ നമുക്ക് വലിയ അഭിമാനമുണ്ട്. ഇന്ന് എടക്കര നിലമ്പൂർ മേഖലയിൽ അവിടുത്തെ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ്. കരുന്നച്ചിയില് ന്യൂ ലീഫ് എന്ന് പറയുന്ന ഒരു സ്കൂള് ഭിന്നശേഷി കുട്ടികളെ 8ആണോ 11ആണോ എത്ര വിഭാഗം കുട്ടികളുണ്ട് അവിടെ? 8 തലത്തിലുള്ള വൈകല്യമുള്ള കുട്ടികളെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. കലാകായിക മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. മാനസിക ഉന്നമനം അവിടെ നൽകുന്നുണ്ട്. ശാരീരിക ഉന്നമനം നൽകാനായി അവിടെ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി പോലുള്ള കാര്യങ്ങൾ അവലംബിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ വരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമ്മാനത്തിന് അർഹരായവരും ആ സ്കൂളിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക്. അപ്പം സോക്കർ അതിലൊക്കെ അല്ലെ സ്വർണ്ണ മെഡൽ ജേതാവ് ഉണ്ട് എന്നാണ് അല്ലേ? അപ്പൊ വളരെ കുറച്ച് കാലം കൊണ്ട് ആ സ്കൂളിനെ ഉന്നതിയിലേക്ക് എത്തിക്കാനും ഹബീബിന്റെ കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഹബീബ് വിവാഹിതനാണ്, ഒരു കുട്ടിയുണ്ട്. എല്ലാ വിഭാഗം ആളുകളിലേക്കും അവന്റെ സഹായങ്ങളും സഹകരണവും എത്തുന്നു എന്നുള്ളതും നമ്മൾ വിസ്മരിച്ചുകൂടാ. ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. ഒരുപാട് സേവന തൽപരരായ അണികളും ഭിന്നശേഷിക്കാരും അവന്റെ പുറകിലുണ്ട്. അപ്പം എല്ലാം കൊണ്ടും അവൻ ഉയരത്തിലേക്ക് പോവുകയാണ്. വേറൊന്ന് ഹബീബിനെ കുറിച്ച് പറയാനുള്ളത്, ഹബീബ് സംസ്ഥാന ജേതാവാണ്. പൊതുപ്രവർത്തനം എന്നുള്ള മേഖലയിൽ
ഭിന്നശേഷി വിഭാഗത്തിൽ സംസ്ഥാന ജേതാവ് ആയി എന്നുള്ളതും മുഖ്യമന്ത്രിയുടെ സൽക്കാരത്തിന് ജില്ലയിൽ നിന്ന് 4 പേരെ വിളിച്ചപ്പോൾ അതിലൊന്ന് ഹബീബായിരുന്നു എന്നുള്ളതും മുഖ്യമന്ത്രിയുടെ പദ്ധതി രൂപീകരണത്തിൽ ഹബീബിനൊരു സ്ഥാനം നൽകിയിരുന്നു എന്നുള്ളതും വലിയ അഭിമാനമായി നമുക്ക് എടുത്തു പറയാം. ഹബീബിനെ കുട്ടിക്കാലം മുതൽ പരിചരിക്കാനും അവന്റെ ഓരോ കാര്യത്തിലും ഇടപെടാനും പറ്റി എന്നുള്ളത് ഏകദേശം 12 വയസ്സ് മുതൽ ഇപ്പോ 37 വയസ്സ് ആയി നിൽക്കുന്ന ഈ സമയത്ത് പോലും അവന് എന്ത് ആവശ്യം വരുമ്പോഴും ആദ്യം വിളി വരുന്നത് എനിക്കാണ്. അതിനുള്ള എല്ലാ മാർഗങ്ങളും ഞാൻ കാണിച്ചു നൽകാറുണ്ട്. അവനത് എത്തിപ്പിടിക്കാറുമുണ്ട്. ഇനി ഹബീബ് പറയും. ഹലോ, പിന്നെ സാറ് പറഞ്ഞൊക്കെ സത്യാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സാറ് അറിയാത്തൊരു കാര്യം ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. യൂട്യൂബില് ആദ്യം വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സാറിന്റെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് ഇവിടെ എത്തിയത്. അപ്പോ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.